Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ ഡിറ്റർമിനൻസിലെ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ എക്സാമ്പിൾ 19 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫൈൻഡ് ദ മൈനർ ഓഫ് എലമെൻറ്റ് 6 ഇൻ ദ ഡിറ്റർമിനൻറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 1 2 3 4 5 6 7 8 9. അതായത് ഇവിടുത്തെ 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 6 ഒക്കർ ചെയ്യുന്ന ആ റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. 6 ഒക്കർ ചെയ്യുന്ന റോ ഇത്, കോളം ഇതാണ്. അത് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു 2x2 മെട്രിക്സ് ഇവിടെ കിട്ടിയേക്കുന്ന ഏതാ 1 2 7 8. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്ന ആ എലമെൻറ്റിനെ നമുക്ക് ജനറലായിട്ട് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 6 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലും തേർഡ് കോളത്തിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ A2 3 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജനറലായിട്ട്. സെക്കൻഡ് റോ അതിൻ്റെ പൊസിഷനിങ് അനുസരിച്ച് നമുക്ക് എങ്ങനെ ജനറലായിട്ട് എഴുതാം. സെക്കൻഡ് റോ തേർഡ് കോളത്തിലൊക്കെ ചെയ്യുന്നതിന് A2 3. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M23 എന്ന് ഡിനോട്ട് ചെയ്യും. ഒരു എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനറിനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് M യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ അത് വരുമ്പോഴേക്കും M23. ഇപ്പോൾ ഇവിടെ M23 എന്ന് പറയുമ്പോൾ ഏതാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് 1 2 7 8 1 2 7 8. അതായത് നമുക്ക് 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ മൈനർ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് 6 ഒക്കർ ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും 1 × 8. ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 - 14 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് -6. അപ്പം M23 അതായത് 6ൻ്റെ മൈനർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി -6. ഇതുപോലെ തന്നെ ഇനി വേറൊരു നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഫൈൻഡ് ദ മൈനർ ഓഫ് A13 ഏതായിരിക്കും A13 എന്ന് പറയുന്ന എലമെൻ്റ് ഏതാ ഫസ്റ്റ് റോ തേർഡ് കോളം എന്ന് പറയുമ്പോഴേക്കും എലമെൻ്റ് ഏതാ 3 എന്ന് പറയുന്ന നമ്പർ ഒക്കർ ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. അത് ഒക്കർ ചെയ്യുന്ന റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ള മെട്രിക്സ് ഏതാണ് വരുന്നത് 4 5 7 8. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. സോ മൈനർ ഓഫ് A13 ഇസ് ഡിനോട്ടഡ് ആസ് M13 എന്ന് പറയുന്ന എലമെൻറ്റ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാവേ 3 എന്ന് പറയുന്നത്. സോ M13 ഇസ് ഈക്വൽ ടു 3 ഒക്കർ ചെയ്യുന്ന റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ് ഓഫ് 4 5 7 8. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 32 - 35 അല്ലെങ്കിലോ -3 എന്ന ആൻസർ കിട്ടും. അപ്പം മൈനർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ മതി ഏത് എലമെൻറ്റിൻ്റെ ആണോ മൈനർ കണ്ടുപിടിക്കേണ്ടത് അതൊക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിമൈനിങ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും മൈനർ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മൈനർ ഓഫ് ആൻ എലമെൻറ്റ് Aij ജനറലായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. Aij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ith റോ jth കോളത്തിലൊക്കെ ചെയ്യുന്ന എലമെൻറ്റ്. Minor of an element Aij of a determinant is the determinant obtained by deleting its ith row and jth column in which element Aij lies. Aij ലൈ ചെയ്യുന്ന ith റോയും jth കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബാക്കി വരുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണോ അതാണ് മൈനർ ഓഫ് ദാറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതിനെ യൂഷ്വലി ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന M. അപ്പോൾ Aij എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ Mij എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ക്ലിയർ ആയല്ലോ മൈനർ എന്താണെന്ന്. ഇനി അടുത്ത ടേമാണ് കോഫാക്ടർ. കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻഡ് മൈനർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. അതായത് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Aij എന്ന് പറയുന്ന എലമെൻറ്റിനെ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Aij എന്നാണ്. എലമെൻറ്റിനെ സ്മോൾ Aij എന്നും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടറിനെ ക്യാപിറ്റൽ Aij എന്നും ഡിനോട്ട് ചെയ്യും. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കി. Capital Aij is equal to -1 the whole raised to I plus j into Mij, where Mij is the minor of Aij. അത് ഓൾറെഡി നമ്മൾ നേരത്തെ എക്സാമ്പിളിൻ്റെ അകത്ത് ചെയ്തു. മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് ഒരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് Mij എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടെ വരും ഈ -1 the whole raised to I plus j. ഇപ്പോൾ 6 ഒക്കെ ചെയ്യുന്നത് സപ്പോസ് തേർഡ് റോ സെക്കൻഡ് കോളത്തിലാണെങ്കിൽ -1 the whole raised to 3 + 2. അപ്പോൾ -1 the whole raised to ആ റോയും കോളം ഏതാണോ അത് പ്ലസ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതായത് ഇവിടെ നമുക്ക് ഈ മൈനറിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വാല്യൂ മാറി മാറി വരും. പവർ ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് ആകും, ഓഡ് ആണെങ്കിൽ
നെഗറ്റീവും വരും. അതുകൊണ്ടാണ് അതിന് സൈൻഡ് മൈനറിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോഫാക്ടർ. അതൊരു എക്സാമ്പിൾ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ 20. Find minors and cofactors of all the elements of the determinant. Determinant 1, -2, 4, 3. ഒരു 2x2 മെട്രിക്സ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനൻ്റ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഏതാ, പൊസിഷൻ ഏതാ, 1 1. അപ്പോൾ A11 എന്ന് പറയുന്നതാണ്. ഹിയർ A11 ഈസ് 1. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈനർ കണ്ടുപിടിക്കാം. മൈനർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന M11. M11 എന്തായിരിക്കും വരുന്നത്, ഈ 1 ഒക്കർ ചെയ്യുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ, 3. സോ M11 1ൻ്റെ മൈനർ എന്ന് പറയുന്നത് 3. ഇനി ഇതിൻ്റെ കോഫാക്ടറും കൂടെ നമുക്ക് എഴുതി പോവാം. A11 അത് ഒക്കർ ചെയ്യുന്നത് ഫസ്റ്റ് കോളത്തിലായതുകൊണ്ടാണ് നമ്മളതിനെ 1നെ A11 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ സൈൻഡ് മൈനർ, സൈനോട് കൂടിയ മൈനർ. അപ്പോൾ -1 the whole raised to 1 + 1 ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്, -1 the whole raised to 1 + 1 എന്ന് പറയുമ്പോഴേക്കും അത് 2 ആണ്. അപ്പോൾ -1 the whole square, that is പോസിറ്റീവ് വരും. സോ A11 ഈസ് ഈക്വൽ ടു അതും 3. അപ്പോൾ M11 3 കിട്ടി ആൻഡ് A11 ഈസ് ഓൾസോ 3. അടുത്ത നമുക്ക് A12 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും എലമെൻറ്റ് വരുന്നത്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. സോ -2. കറസ്പോണ്ടിംഗ്ലി M12 എന്ന് പറയുമ്പോഴേക്കും -2 ഒക്കർ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എലമെൻറ്റ് ഏതാ, 4. അപ്പോൾ M12 ഈസ് 4. കറസ്പോണ്ടിംഗ്ലി A12 അതിൻ്റെ ഇത് മൈനർ. ഇനി അടുത്തത് A12 എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിന് ഫസ്റ്റ് റോ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ. A12 എന്ന് പറയുമ്പോൾ എന്ത് വരും, -1 the whole raised to 1 + 3, sorry 1 + 2 into 4. So the answer is -1 the whole raised to 1 + 2 is 3, -1 the whole cube, അപ്പോൾ നെഗറ്റീവ്. സോ ആൻസർ ഈസ് -4. മൈനർ നമുക്ക് 4ഉം കിട്ടി, കോഫാക്ടർ എന്ന് പറയുന്നത് -4ഉം കിട്ടി. ഇനി അടുത്ത എലമെൻ്റ് ഏതാ, 4 എന്ന് പറയുന്നത് ഏത് റോയിലും ഏത് കോളത്തിലും ഒക്കർ ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് റോ ബട്ട് ഫസ്റ്റ് കോളം. അപ്പോൾ A21 എന്ന് പറയുന്നതാണ് 4. അതിൻ്റെ മൈനർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന A21 എന്നാണ്. 4 ഒക്കർ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2. സോ M21 ഈസ് -2. ആൻഡ് വാട്ട് അബൌട്ട് A21 എന്ന് പറയുമ്പോൾ -1 the whole raised to 2 + 1 into -2. -1 the whole raised to 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. -1 the whole cube മൈനസ് തന്നെ വരും. അപ്പോൾ -2 that is +2. അപ്പോൾ നമുക്ക് മൈനർ -2 എന്നും കിട്ടി, അതുപോലെ തന്നെ അതിൻ്റെ കോഫാക്ടർ 2 എന്നും കിട്ടി. ഇനി ലാസ്റ്റ് എലമെൻറ്റ് അതൊക്കെ ചെയ്യുന്നത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ അതിനെ നമ്മൾ A22 എന്നാണ് എഴുതുന്നത്. അത് എലമെൻറ്റ് 3 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ A22. 3 ഒക്കർ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1. സോ M22 ഈസ് 1 ആൻഡ് കറസ്പോണ്ടിങ് കോഫാക്ടർ A22 എന്ന് പറയുന്നത് -1 the whole raised to I + j. ഇവിടെ എന്താ, 2 + 2 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ. അപ്പോൾ ഇൻറ്റു 1 -1 the whole raised to 4, അപ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ഇൻറ്റു 1 that is 1. അപ്പോൾ നമുക്ക് അതിൻ്റെ മൈനർ 1 കിട്ടി, കോഫാക്ടറും 1 കിട്ടി. അപ്പോൾ ഇതാണ് മൈനറും കോഫാക്ടറും ഡിറ്റർമിനൻ്റ്. 2/2 ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഡിറ്റർമിനൻ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതൊക്കെ പറയുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന റിമൈനിങ് എലമെൻറ്റ് തന്നെയാണ് വരുന്നത്. മൈനർ എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റ് മാത്രം വരും. കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും, സൈനോട് കൂടി, അതായത് -1 the whole raised to അതൊക്കെ ചെയ്യുന്ന റോയും കോളം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പവറായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. എക്സാമ്പിൾ 21. Find minors and cofactors of the elements A11, A21 in the determinant. Delta is equal to determinant A11, A12, A13, A21, A22, A23, A31, A32, A33. അതായത് ഒരു ജനറൽ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അതിൽ ഈ A11, A21 എന്ന് പറയുന്ന എലമെൻസിൻ്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് നമുക്ക് A11ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, M11, മൈനർ ഓഫ് A11. മൈനർ ഓഫ് A11 ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ M11. എന്തായിരിക്കും വരുന്നത്, A11 ഒക്കർ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, A22 ഇൻറ്റു A33 മൈനസ് A23 ഇൻറ്റു A32. ഇതാണ് A11ൻ്റെ മൈനർ അല്ലെങ്കിൽ M11. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഫാക്ടർ എന്തായിരിക്കും, കോഫാക്ടർ ഓഫ് A11 ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ A11. സൈൻഡ് മൈനർ ഈസ് കോഫാക്ടർ, അതായത് -1 the whole raised to I + j. 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് -1 the whole square എന്ന് വരും, ഇൻറ്റു M11 അല്ലേ, ഇൻറ്റു M11. അപ്പോൾ ഇവിടെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
-1 the whole square എന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് സൈനൊന്നും എഴുതണ്ട. ബാക്കി എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ M11 നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു, ഇവിടെ തൊട്ട് മുമ്പ് സ്റ്റെപ്പിൽ ചെയ്തു. A33 മൈനസ് A23 ഇൻറ്റു A32. അപ്പം ഇവിടെ M11ഉം A11ഉം നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ഇനി അടുത്ത എലമെൻറ്റ് ഏതാ പറഞ്ഞേക്കുന്നത്? A21. സോ മൈനർ ഓഫ് A21. മൈനർ ഓഫ് A21 ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ M21. M21 എന്ന് പറയുമ്പോഴേക്കും ഏതായിരിക്കും വരുന്നത്? 21. 21 എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഈ എലമെൻറ്റിനെ മാത്രം എടുക്കുക. അത് ഒക്കർ ചെയ്യുന്ന റോയും കോളോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏതായിരിക്കും? ഈ രണ്ട്. അത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. A12 A33 മൈനസ് A13 A32. ഇനി ഇതിൻ്റെ കോഫാക്ടർ എന്തായിരിക്കും വരുന്നത്? കോഫാക്ടർ of A21, it is represented by capital A21. It is -1 the whole raised to 2 plus 1. 2 plus 1 is 3 into M21. അല്ലെങ്കിൽ -1 the whole cube എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും. മൈനസ് ഓഫ് M21 ഓൾറെഡി ഇവിടെ ചെയ്തേക്കുന്നത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A12 A33 മൈനസ് A13 A32. ഇങ്ങനെ ഒരു ജനറൽ ഡിറ്റർമിനൻറ്റ് തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മൈനറും കോഫാക്ടറും ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഡിറ്റർമിനൻറ്റിനെ എലോങ് ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ സാധാരണ എഴുതുന്നത്? -1 the whole raised to ഫസ്റ്റ് ഇപ്പോൾ എലോങ് ഫസ്റ്റ് റോ A11 എന്ന് പറയുമ്പോൾ 1 plus 1 ഇൻറ്റു A11 ഒക്കെ ചെയ്യുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നെ എഴുതാം. A22 A23 A32 A33 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ എഴുതുന്നത്. ദെൻ പ്ലസ് -1 the whole raised to സെക്കൻഡ് എലമെൻറ്റ് 1 plus 2 എലമെൻറ്റ് A12 A12 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും എലിമിനേറ്റ് ആവും. A21 A33 ഡിറ്റർമിനൻറ്റ് A21 A33 A23 ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതുമ്പോൾ A21 A23 A31 A33 A31 A33 ഓപ്പൺ ചെയ്യാതെ ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നെ എഴുതുക കേട്ടോ. ലാസ്റ്റ് എലമെൻറ്റോ അപ്പോൾ +-1 the whole raised to 1 plus 3. ഇപ്പോഴാണിത് പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ഇടാറില്ല. അത് ഞാൻ അങ്ങനെ സൈൻ കൊടുക്കാതെ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. -1 the whole raised to 1 plus 3 അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് A13 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A13 ഒക്കെ ചെയ്യുന്ന റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് A21 A22 A31 A32. അതിന് ഇങ്ങോട്ട് എഴുതാം. A21 A22 A31 A32. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എലോങ് ഫസ്റ്റ് റോ എലോങ് R1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡെൽറ്റയുടെ വാല്യൂ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇതിനെ ഇനി മൈനറും കോഫാക്ടറായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇത് നിങ്ങൾക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം എന്താണെങ്കിലും. അപ്പോൾ ഇതിനെ ഞാൻ ഈ -1 the whole raised to 1 plus 1 ഡിറ്റർമിനൻറ്റ് A22 A23 A32 A33 എന്ന് പറയുന്നതാണ് എന്ത് അല്ലെ സൈൻഡ് മൈനർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന A11ൻ്റെ മൈനറാണ് ഇപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് A22 A23 A32 A33 എന്ന് പറയുന്നത്. അപ്പം ഇത് സൈൻ -1 the whole raised to 1 plus 1 ഇൻറ്റു ഇത് വരുമ്പോഴേക്കും മൈനറും കൂടെ വരുമ്പോഴാണ് അതിനെ കോഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ A11 ആണ് ഇത് മാത്രം. ഈ -1 the whole raised to 1 plus 1 ഡിറ്റർമിനൻറ്റ് A22 A23 A32 A33 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A11. അപ്പം A11 ഇൻറ്റു ക്യാപിറ്റൽ A11. അപ്പം എലമെൻറ്റ് A11 അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഈ ഫസ്റ്റ് പോർഷൻ വരുന്നത്. പ്ലസ് ഈ സെക്കൻഡ് വണ്ണോ -1 the whole raised to 1 plus 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A21 A23 A31 A33 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് മൈനർ, അതായത് M12 ആണ് ഈ എഴുതിയേക്കുന്ന ഡിറ്റർമിനൻ്റ് അകത്ത്. ഈ -1 the whole raised to 1 plus 2 കൂടെ വരുമ്പോൾ അതെന്താവും? കോഫാക്ടർ. ആൻഡ് എലമെൻറ്റ് ഈസ് A12. അപ്പോൾ ഇതിന് നമുക്ക് A12 ഇൻറ്റു ക്യാപിറ്റൽ A12 എന്ന് എഴുതാം. A12ൻ്റെ കോഫാക്ടറാണ് ക്യാപിറ്റൽ A12. പ്ലസ് ലാസ്റ്റ് ടേം അങ്ങനെയാണ് ഇതുപോലെ തന്നെ എഴുതുമ്പോൾ എന്ത് വരും? A13 എലമെൻറ്റ് ഈ സൈൻഡ് മൈനർ വരുമ്പോഴേക്കും അത് ക്യാപിറ്റൽ A13. അപ്പോൾ നോക്കിയേ ഓരോ എലമെൻറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പം A11 ക്യാപിറ്റൽ A11 പ്ലസ് A12 പ്ലസ് A13 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഡിറ്റർമിനൻ്റ് തന്നെ. അപ്പോൾ കോഫാക്ടറുമായിട്ട് ആ ഡിറ്റർമിനൻറ്റിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഫോം പറഞ്ഞതേ ഉള്ളൂ.
അതുപോലെ തന്നെ ഇനിയിപ്പം ഈ A11 A12 A13 എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഫസ്റ്റ് റോ എടുത്തിട്ട് അതിനെ വേറെ ഏതെങ്കിലും കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് ഇതിന് എഴുതാതെ A11 ഇപ്പം ഞാൻ കോഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം സെക്കൻഡ് റോയിലെ ആണെങ്കിൽ സെക്കൻഡ് റോയിലെ കോഫാക്ടേഴ്സ് വരുന്നത് A21 പ്ലസ് എലമെൻറ്റ്സ് ഫസ്റ്റ് റോയിൽ തന്നെ കേട്ടോ. അപ്പം A21 A22 പ്ലസ് ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് A13, പക്ഷേ ഞാനത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് A23 ആയിട്ട്. അപ്പോൾ നോക്കി എലമെൻറ്റ്സ് നമ്മൾ എടുത്തേക്കുന്ന A11 A12 A13, അതായത് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ സെക്കൻഡ് റോയിലെ കോഫാക്ടേഴ്സുമായിട്ട്, സെക്കൻഡ് റോയിലെ കോഫാക്ടേഴ്സ് ആണ് അങ്ങനെ എഴുതിയേക്കുന്നത് A21 A22 A23. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് 0 ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ തേർഡ് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. A11 തേർഡ് റോയിലെ എലമെൻറ്റ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? A31 പ്ലസ് A12 A32 പ്ലസ് A13 A33. അതായത് ഇവിടെ എന്താ ഞാൻ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ തേർഡ് റോയിലെ കോഫാക്ടേഴ്സുമായിട്ട് റെസ്പെക്റ്റീവ്ലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും? നമുക്ക് 0. അപ്പോൾ ഇതൊരു റിസൾട്ടായിട്ട് ഓർത്തിരിക്കുക. എന്താ ഇവിടെ റിസൾട്ട് വരുന്നത്? ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ദെൻ ദെയർ സം ഈസ് 0. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. If the elements of a row or column are multiplied with cofactors of any other row or column, then their sum is 0. ആ റിസൾട്ടാണ് ഇപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇതിന് നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലൂടെ ഇത് വെരിഫൈ ചെയ്യാം. എക്സാമ്പിൾ 22. Find minors and cofactors of the elements of the determinant 2 minus 3 5 6 0 4 1 5 minus 7 and verify that A11 A31 plus A12 A32 plus A13 A33 equal to 0. ഇതിൽ A11 A12 A13 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫസ്റ്റ് റോയിലെ എലമെൻസും ക്യാപിറ്റൽ A31 A32 A33 എന്ന് ഉദ്ദേശിക്കുന്നത് തേർഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സും. അപ്പോൾ ഈ റിസൾട്ടും വെരിഫൈ ചെയ്യണം. അതുപോലെ എല്ലാ എലമെൻസിൻ്റെയും മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ വേണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് M11 ഫസ്റ്റ് റോ. അപ്പം ആദ്യം ഞാൻ A11 എഴുതാം. A11 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ വട്ട് ഈസ് M11? M11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒക്കർ ചെയ്യുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് 0 4 5 മൈനസ് 7, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 minus 20. So the answer is minus 20. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എന്തായിരിക്കും വരുന്നത്? A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻഡ് മൈനർ, അതായത് -1 the whole raised to 1 plus 1 into M11 and it is -1 the whole raised to 1 plus 1 എന്ന് പറഞ്ഞാൽ -1 the whole square. M11 നമുക്കിപ്പം -20 എന്ന് കിട്ടി. സോ -1 the whole square is +1. അപ്പോൾ അതും -20. M11 -20 and A11 is also -20. അടുത്തത് സെക്കൻഡ് എലമെൻറ്റ് A12 ഏതാ ഇവിടെ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം -3. അതിൻ്റെ കറസ്പോണ്ടിങ് M12 എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏതാ? 6 4 1 -7. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 6 4 1 -7. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -42 -4 എന്ന് പറയുമ്പോൾ -46. ഇതിൻ്റെ കോഫാക്ടർ എന്താ വരുന്നത്? A12 -1 the whole raised to 1 plus 2 into -46, അല്ലെങ്കിൽ -1 the whole raised to 1 plus 2 is -1 the whole raised to 3. അപ്പം നെഗറ്റീവ് വരും. -46 is +46. അപ്പം M12 is -46 and A12 is 46. നെക്സ്റ്റ് എലമെൻറ്റ് A13 ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ്, അത് 5. അപ്പോൾ A13 5 ആണ്. അപ്പോൾ നമുക്ക് M13 എന്ന് പറയുമ്പം ഏതായിരിക്കും വരുന്നത്? 5 ഒക്കെ ചെയ്യുന്ന റോയും കോളവും കട്ട് ചെയ്യുക. അപ്പോൾ വരുന്നത് 6015. ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 30 -0 അല്ലെങ്കിൽ 30 തന്നെ. ഇനി ഇതിൻ്റെ A13യോ -1 the whole raised to 1 plus 3 into 30. -1 the whole raised to 1 plus 3 -1 the whole raised to 4. അപ്പോൾ ആൻസർ ഈസ് 30. Minor 30
അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ നമുക്ക് 30 തന്നെ കിട്ടി. അപ്പം നമ്മൾ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസിൻ്റെയും മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിച്ചു. ഇനി അടുത്ത സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 6 0 4. അതായത് ഇതിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ A21 A22 A23. ഇനി ആ ഓരോ എലമെൻസിൻ്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് A21 എന്ന് പറയുന്നത് 6 ആണ് എലമെൻറ്റ്. അപ്പോൾ ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് മൈനറിന് നമ്മൾ M21 ഡിനോട്ട് ചെയ്യും. M21 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബാക്കി ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ -3 5 5 -7. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3 × -7 that is 21 -5 × 5 25. So -4. ഇനി ഇതിൻ്റെ കോഫാക്ടർ that is A21 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? -1 the whole cube into 2 + 1 3 into -4. അല്ലെങ്കിലോ -1 the whole cube എന്ന് പറയുമ്പോൾ തന്നെ അത് നെഗറ്റീവാണ്. -4 is 4. അപ്പോൾ നമുക്ക് മൈനർ -4 എന്ന് കിട്ടി, കോഫാക്ടർ 4 എന്ന് കിട്ടി. ഇനി അടുത്ത എലമെൻറ്റ് A സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ A22 വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0യുടെ കറസ്പോണ്ടിങ് മൈനറും കോഫാക്ടറും M22 0 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 5 1 -7. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -14 -5 അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -19. അടുത്തതോ അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എന്ന് പറയുന്നത് A22 is equal to -1 the whole raised to 2 + 2 that is 4 into -19. ഇതിപ്പോൾ ഓൾറെഡി പോസിറ്റീവ് ആവും, അതുകൊണ്ട് -19 തന്നെ. മൈനർ -19, കോഫാക്ടറും -19. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് A23 ആണ്. സെക്കൻഡ് റോ തേർഡ് കോളം A23. അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ തേർഡ് കോളത്തിലെ എലമെൻ്റ് ഏതാ? സെക്കൻഡ് റോ തേർഡ് കോളത്തിലെ എലമെൻറ്റ് 4 ആണ്. 4 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഏതാ? 2 - 3 1 5. അതാണ് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മൈനറും കോഫാക്ടറുമാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. A23 എന്ന് പറയുന്നത് 4 ആണ് എലമെൻറ്റ്. ഇനി അതിൻ്റെ മൈനറും കോഫാക്ടറും. അപ്പോൾ M23 is equal to ഏതായിരുന്നു ഡിറ്റർമിനൻ്റ് വരുന്നത്? 4 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 2 -3 1 5. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 + 3 എന്ന് വരും, ദറ്റ് ഈസ് 13. ഇനി ഇതിൻ്റെ കോഫാക്ടർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ക്യാപിറ്റൽ A23 ആൻഡ് -1 the whole raised to 2 + 3 5 into 13. ഇനി -1 the whole raised to 5 എത്രയായിരുന്നു? മൈനസ് തന്നെ. അപ്പോൾ -1 into 13 -13. അപ്പോൾ നമുക്ക് -13 എന്ന് കിട്ടി, കോഫാക്ടർ ഇസ് -13 എന്ന് കിട്ടി. ഇനി അടുത്തത് തേർഡ് റോയിലെ എലമെൻറ്റ്സ്, അതായത് 1 5 -7. അതിൻ്റെയും കൂടെ നമുക്ക് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം. അപ്പം ഇവിടുത്തെ പൊസിഷൻ പറയുവാണെങ്കിൽ ഈ 1 5 -7 ഒക്കെ ചെയ്യുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ്? തേർഡ് റോ, ദെൻ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്? A31 A32 A33. അപ്പോൾ ഫസ്റ്റ് ഓരോ 1 by 1 ആയിട്ട് ഈ എലമെൻസിൻ്റെ എല്ലാം നമുക്ക് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് A31 ആ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഒക്കെ ചെയ്യുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മൈനർ ഏതാ? M31 is equal to ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ഇതാണ് -3 5 0 4. ഇവിടെ A31 എന്ന് പറയുമ്പോഴേക്കും തേർഡ് റോ ഫസ്റ്റ് കോളമാണ്. ആ എലമെൻറ്റ് 1 ആണ്. 1 ഒക്കെ ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ഡിറ്റർമിനൻ്റ് ഏതാ? -3 5 0 4. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, -3 5 0 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? -12 -0. സോ -12 തന്നെ വരും. ആൻഡ് അതിൻ്റെ കോഫാക്ടർ ദറ്റ് ഈസ് A31 -1 the whole raised to 3 + 1 4 വരും ഇൻറ്റു -12. ഇവിടെ നെഗറ്റീവ് പവർ ഈവൻ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആവും. അപ്പം 1 × -12, അപ്പോൾ -12 തന്നെ വരും. അപ്പം നമുക്ക് മൈനർ -12 എന്ന് കിട്ടി, കോഫാക്ടർ -12 എന്ന് കിട്ടി. അടുത്ത എലമെൻ്റ് ഏതാ? A32 എന്ന് പറഞ്ഞാൽ തേർഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ ഏതാ എലമെൻറ്റ് വരുന്നത്? 5. ഇനി 5 ഒക്കെ ചെയ്യുന്ന റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ബാക്കി വരുന്ന റിമൈനിങ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 2 5 6 4. അതിനെ അടുത്ത് നമുക്ക് എഴുതാം. A32 എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ്
M32 എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഏതാ പറഞ്ഞ ഡിറ്റർമിനൻറ്റ് 2, 5, 6, 4. 2, 5, 6, 4 കാൽക്കുലേറ്റ് ചെയ്യാം. 8 മൈനസ് 30 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -22 എന്ന് കിട്ടും. കറസ്പോണ്ടിങ് cofactor that is A32 minus 1 the whole raised to 3 plus 2 that is 5 into -22. ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്. മൈനസ് ഓഫ് -22 is +22. അപ്പോൾ മൈനർ നമുക്ക് -22 കിട്ടി, കോഫാക്ടർ +22 കിട്ടി. അടുത്ത എലമെൻറ്റ് A33 ലാസ്റ്റ് എലമെൻറ്റ് ഏതാണ് ഇവിടെ? A33 എന്ന് പറയുന്നത് -7. -7 ഒക്കർ ചെയ്യുന്ന റോയും കോളവും നമ്മൾ ഇനി എലിമിനേറ്റ് ചെയ്യും. ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് അപ്പോൾ ഇത് 2 - 3 60. അപ്പം A33 എന്ന് പറയുന്ന എലമെൻറ്റ് -7 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ M33 കിട്ടുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 - 3 1 2 - 3 60. 2 - 3 60. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴോ 2 × 0 0 -18 അപ്പോൾ +18 ആവും. സോ ദ ആൻസർ ഈസ് 18. അതാണ് മൈനർ. ഇനി കറസ്പോണ്ടിങ് കോഫാക്ടർ A33 എന്ന് പറയുന്നത് -1 the whole raised to 3 + 3 6 × 18. -1 the whole raised to 6 എന്ന് പറഞ്ഞാൽ അത് +1 ആണ്. ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ +18 തന്നെ വരും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ എലമെൻസിൻ്റെയും മൈനറും കോഫാക്ടേഴ്സും ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ വെരിഫൈ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു റിസൾട്ട്? വെരിഫൈ ദാറ്റ് ദ റിസൾട്ട് ഈസ് A11 A31 plus A12 A32 plus A13 A33 ഈക്വൽ ടു 0. ഇവിടെ എന്താ വെരിഫൈ ചെയ്യേണ്ടത്? A11 A12 A13 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ്. അതിനെ കറസ്പോണ്ടിങ്ങിൽ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? A31 A32 A33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 0. ഇത് ഓൾറെഡി ഞാനൊരു നോട്ട് പോലെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അതിനിപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ വെരിഫൈ ചെയ്യാൻ പോവുക. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് A11 A12 A13 എന്ന് പറയുന്നത് 2 - 3 5. അത് നമുക്ക് ആദ്യം എടുത്തെഴുതാം. A11 is 2 A12 -3 A13 5. ഇനി വാട്ട് ഈസ് A31? A31 ഇപ്പം നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയ തേർഡ് റോയിലെ കോഫാക്ടേഴ്സ് ആണ് A31 A32 A33 എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് വാല്യൂസ്? A31 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് -12. A32 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയേക്കുന്നത് 22 ആൻഡ് A33 ഇസ് ഈക്വൽ ടു 18. ഇനി നമ്മുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിലേക്ക് ഇത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A11 × A31 ദറ്റ് ഈസ് 2 × -12 പ്ലസ് -3 × 22 പ്ലസ് 5 × 18 is equal to 2 × -12 -24 minus 3 × 22 66 plus 18 × 5 that is 90. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ -24 -66 എന്ന് പറഞ്ഞാൽ -90 വരും. -90 + 90 so the answer is 0. അതായത് നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നത് therefore A11 × A31 plus A12 × A32 plus A13 × A33 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് റോയിലെ എലമെൻസിനെ കറസ്പോണ്ടിംഗ്ലി തേർഡ് റോയിലെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ അതിൻ്റെ ആഡ് ചെയ്തു. അതായത് സം ചെയ്തപ്പോഴേക്കും നമുക്ക് എന്താ കിട്ടിയത്? ആൻസർ ഈസ് 0. ഇതുപോലെ തന്നെ ഫസ്റ്റ് റോയിലെ എലമെൻസിനെ സെക്കൻഡ് റോയിലെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും ഇത് തന്നെ കിട്ടും. അല്ലെ തേർഡ് റോയിലെ എലമെൻറ്റിനെ ഫസ്റ്റ് റോയിലെ കോഫാക്ടേഴ്സ് കൊണ്ട് റെസ്പെക്റ്റീവ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും എല്ലാം 0 കിട്ടും. പക്ഷേ നമ്മൾ വേറൊരു റിസൾട്ട് എന്തായിരുന്നു? ഫസ്റ്റ് റോയിലെ എലമെൻസിനെ കറസ്പോണ്ടിങ് ഫസ്റ്റ് റോയിലെ കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇത്രയായിരുന്നു ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.